Hi dear students, welcome back to Xylem Learning. Abdullah സാറാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ എക്സാമിന് എപ്പോഴും വരുന്ന ഒരു ഭാഗമാണ് പ്രൈമറി, സെക്കൻഡറി, തെർഷ്യറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളെ കുറിച്ച്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്കോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അതുകൂടാതെ പ്രൈമറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്, അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്, അല്ലെങ്കിൽ തെർഷ്യറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്നോ, അഗ്രികൾച്ചർ സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്നോ, ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വരാം. എല്ലാം നമുക്കിന്ന് സെറ്റാക്കി പോകണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് പ്രൈമറി സെക്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ദെൻ വനപരിപാലനം, ഫോറസ്ട്രി, ദെൻ മത്സ്യബന്ധനം, ഫിഷിംഗ്, ദെൻ ഖനനം, മൈനിങ്. ഇത്രയും എന്തിൽ വരുന്നതാണ്? ഈ പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. ഇത് മൊത്തം പഠിച്ചു പോകാം മക്കളുടെ, ഇത് മൊത്തം പഠിച്ചു പോകാം. ഇതിലേതെങ്കിലും തന്നിട്ട് ഇത് പട്ടികയിൽ എടുത്ത് എഴുതുക എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് മൊത്തം എന്ത് ചെയ്യാം മക്കൾ പഠിച്ചു പോകാം. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നു. എന്താണ്? പ്രൈമറി സെക്ടർ ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല. അഗ്രികൾച്ചറൽ സെക്ടർ ഓർ കാർഷിക മേഖല. അപ്പോൾ പ്രൈമറി സെക്ടർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കാർഷിക മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. അഗ്രികൾച്ചർ സെക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല. അത് മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടും പഠിച്ചു പോവാം. ഇനി സെക്കൻഡറി സെക്ടറിലേക്ക് നമുക്ക് പോവാം, അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിലേക്ക് പോവാം. വ്യവസായമുണ്ട്, ഇൻഡസ്ട്രി ഉണ്ട്, വൈദ്യുതി ഉൽപ്പാദനമുണ്ട്, ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്, കെട്ടിട നിർമ്മാണമുണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? നമ്മുടെ സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. ഈ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്ത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് മക്കളെ? ദ്വിതീയ മേഖല എന്ത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? വ്യവസായ മേഖല എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ. ദ്വിതീയ മേഖല, വ്യവസായ മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന മേഖല ഏതാണ്? ദ്വിതീയ മേഖലയാണ് അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറാണ്. കൃത്യമായിട്ട് മക്കൾ പഠിച്ചു പോകണം, മാറിപ്പോരുത്. ഇങ്ങനെയും ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് തൃതീയ മേഖല അല്ലെങ്കിൽ തെർഷ്യറി സെക്ടർ. തെർഷ്യറി സെക്ടർ, ടെറിട്ടറി എന്നൊക്കെ മക്കൾ വായിക്കാറുണ്ട്, അതല്ല തെർഷ്യറി സെക്ടർ, തൃതീയ മേഖല. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സേവന മേഖല അല്ലെങ്കിൽ സേവന മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടർ. അപ്പോൾ ഈ തെർഷ്യറി സെക്ടർ സേവന മേഖല അല്ലെങ്കിൽ എന്താ പറയുക സർവീസ് സെക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. തൃതീയ മേഖല സേവന മേഖല അല്ലെങ്കിൽ എന്താ പറയുക സർവീസ് സെക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിൽ വരുന്ന കാര്യങ്ങൾ കുറച്ച് അധികം പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം മക്കൾ പഠിച്ചു പോകണം. വ്യാപാരമുണ്ട്, ട്രേഡ് ഉണ്ട്, ഗതാഗതമുണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, ഹോട്ടലുണ്ട്, വാർത്താവിനിമയമുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സംവരണം, പ്രൊക്യൂർമെൻറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സർവീസ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സർവീസസ്. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? തെർഷ്യറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് സെക്ടേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് സെക്ടേഴ്സ് നമുക്ക് 3 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ മാർക്ക് മക്കൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ടും എൻഷുർ ചെയ്യുക. അടുത്ത വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.